NMMS ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട കൃത്യമായ രീതികളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ NMMS ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറാം. NMMS ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് ആദ്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. യൂസർ ഐഡിയും പാസ്വേഡും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു OTP ചോദിക്കും. ആ OTP കൂടി എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയുള്ളൂ. നമുക്കിവിടെ ഈ കോളങ്ങളിൽ OTP എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് കാണാൻ കഴിയില്ല. ആ കഴ്സർ മാത്രമേ അവിടെ കാണിക്കാറുള്ളൂ. OTP കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആപ്ലിക്കേഷനകത്തേക്ക് കയറാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഡൗൺലോഡ് മാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി മസ്റ്റ്രോൾ ഇഷ്യൂഡ് ഡേറ്റ ക്ലിക്ക് ചെയ്യുക. ഇനി മസ്റ്റ്രോൾ എല്ലാം ഡൗൺലോഡായി വരും. മേറ്റ് മാപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് മാത്രമേ ഡൗൺലോഡായി വരുള്ളൂ. ഓരോ സെറ്റ് മസ്റ്റ്രോൾ തുടങ്ങുന്നതിന് മുൻപും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് നിങ്ങളുടെ വർക്ക് ഫോണിൽ മാപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിന് അഡീഷണൽ ഷീറ്റ് മസ്റ്റ്രോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഫോണിൽ മാപ്പ് ചെയ്ത് വാങ്ങിക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ ഫോണിൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് നമുക്കിനി വർക്കിൻ്റെ ഫോട്ടോ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മെയിൻ വിൻഡോയിലുള്ള ക്യാപ്ചർ അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാപ്ചർ മസ്റ്റ്രോൾ അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ ഫോണിൽ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് ഈ വർക്ക് കൂടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. ഓവർസിയർ ജിയോ ടാഗ് ചെയ്ത അതേ ലൊക്കേഷനിൽ മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഓവർസിയർ ഫോട്ടോ എടുത്തതിൻ്റെ 10 മീറ്റർ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് വർക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ വർക്ക് കോഡ് സെലക്ട് ചെയ്യുക. വർക്ക് കോഡ് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് താഴെയുള്ള മസ്റ്റ്രോൾ നമ്പർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ ആദ്യത്തെ മസ്റ്റ്രോൾ സെലക്ട് ചെയ്തെടുക്കണം. അതിൽ വന്നിട്ടുള്ള തൊഴിലാളികൾക്ക് നേരെ ടിക്ക് കൊടുത്താൽ മതി. പണിക്ക് വന്നവരുടെ കോളത്തിന് നേരെ ടിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഹൈഫൺ കാണുന്ന ഭാഗത്ത് ഒരു P എന്ന് എഴുതി വരും. അതിനർത്ഥം പ്രസൻറ്റ് എന്നാണ്. പണിക്ക് വരാത്തവരുടെ കോളത്തിന് നേരെ ടിക്ക് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ രേഖപ്പെടുത്തിയ അറ്റൻഡൻസ് ശരിയാണോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള കൺഫേം എബവ് അറ്റൻഡൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഈ ഒരു സ്ക്രീൻ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ആ സമയത്ത് ഒരു ക്യാമറയുടെ ഒരു പിക്ചർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം. നമ്മൾ മുകളിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ക്രമത്തിൽ വേണം തൊഴിലാളികളെ നിർത്തേണ്ടത്. മേറ്റിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ തൊഴിലാളികളെ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. തൊഴിലാളികൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് മറ്റുള്ള തൊഴിലാളികൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. മേറ്റുമാർ തൊഴിലാളികളെ മസ്റ്റ്രോളിലുള്ള ക്രമത്തിൽ പേര് വിളിച്ച് അറേഞ്ച് ചെയ്ത് നിർത്തണം. Bilasmi, Joel Samaman, Masandabi, Sebastian, ഈ ഒരു മസ്റ്റ്രോളിൽ നമുക്കിപ്പോൾ 7 പേരാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. എല്ലാ ദിവസവും അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഇതുപോലെ മസ്റ്റ്രോളുള്ള ക്രമത്തിൽ വേണം തൊഴിലാളികളെ അറേഞ്ച് ചെയ്ത് നിർത്താനായിട്ട്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഫോട്ടോ ലാൻഡ്സ്കേപ്പിൽ മോഡിൽ എടുക്കുന്നതിന് മേറ്റുമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തൊട്ട് മുൻപ് അറ്റൻഡൻസിൽ രേഖപ്പെടുത്തിയ തൊഴിലാളികളുടെ എണ്ണവും ഈ ഫോട്ടോയിലുള്ള തൊഴിലാളികളുടെ എണ്ണവും മാച്ചായാൽ മാത്രമേ ഈ ഫോട്ടോ സേവായി വരുള്ളൂ. വർക്കേഴ്സിൻ്റെ എണ്ണം കൃത്യമായി വരുന്ന സമയത്താണ് ഈ ഒരു കൺഫർമേഷൻ മെസ്സേജ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കുന്ന സമയത്ത് നേരത്തെ ക്യാമറ കാണിച്ച ഐക്കണിൻ്റെ ഭാഗത്ത് നമ്മളെടുത്ത ഫോട്ടോ തെളിഞ്ഞു വരുന്നു. അതിനുശേഷം തൊട്ട് താഴെയുള്ള സേവ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കൺഫേം അറ്റൻഡൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കും. ഇവിടെ നിങ്ങളുടെ മസ്റ്റ്രോളിൽ വന്ന തൊഴിലാളികളുടെ എണ്ണവും അതുപോലെ ഇവിടെ കാണിക്കുന്ന നമ്പർ ഓഫ് വർക്കേഴ്സ് പ്രസൻറ്റും കറക്റ്റ് ആണെങ്കിൽ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങളെടുത്ത അറ്റൻഡൻസ് സേവ് ആകുന്നതോടൊപ്പം നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ഫോട്ടോ എത്ര മണിക്ക് ശേഷമാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഓക്കെ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്ത അറ്റൻഡൻസ് എടുക്കേണ്ട മസ്റ്റ്രോൾ സെലക്ട് ചെയ്യണം.
നിങ്ങൾ ഫോട്ടോ എടുത്ത് സേവ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ മാർക്ക് ചെയ്തിട്ടില്ലേ എഡിറ്റ് മസ്റ്റർ അറ്റൻഡൻസ്, ആ ഓപ്ഷൻ ഉപയോഗിച്ച് തിരുത്താവുന്നതാണ്. നിങ്ങൾ എടുത്ത അറ്റൻഡൻസിൽ തിരുത്തലുണ്ടെങ്കിൽ മാത്രമാണ് എഡിറ്റ് മസ്റ്റർ അറ്റൻഡൻസ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ എഡിറ്റ് മസ്റ്റർ അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാൻ പാടില്ല. നമുക്കിനി അടുത്തതായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്ക് വരിക. അവിടെ നമുക്ക് കാണുന്ന 3 ഓപ്ഷനിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷനായ അപ്ലോഡ് അറ്റൻഡൻസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്ലോഡ് അറ്റൻഡൻസ് എന്നുള്ള സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ് വരുന്നത്. ഇതിൽ നമുക്ക് രാവിലത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് ആദ്യത്തെ അപ്ലോഡ് അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മളെടുത്ത ഫോട്ടോ സേവ് ആയെങ്കിൽ മാത്രമേ അപ്ലോഡ് അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷനിൽ വർക്ക് കൂടി നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഫോട്ടോ എടുത്ത് സേവ് ചെയ്തിട്ടുള്ള എല്ലാ മസ്റ്റ് റോൾ നമ്പരും നമുക്കിവിടെ കാണാൻ കഴിയും. ആദ്യം വർക്ക് കോഡ് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മസ്റ്റ് റോൾ നമ്പർ എടുക്കുക. അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളെടുത്ത അറ്റൻഡൻസ് കൃത്യമാണോ എന്ന് ഒന്നും കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ പറ്റില്ല. അപ്ലോഡ് ചെയ്യും മുമ്പ് പരിശോധിക്കുന്ന അറ്റൻഡൻസിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് മസ്റ്റ് റോൾ അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷനിൽ പോയി തെറ്റ് തിരുത്താവുന്നതാണ്. നിങ്ങൾ സേവ് ചെയ്ത അറ്റൻഡൻസിൽ തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അപ്ലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഫോട്ടോ അപ്ലോഡായി കഴിയുമ്പോൾ ഫോട്ടോ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരും. അതിൽ ഓക്കെ കൊടുത്തിട്ട് അടുത്ത ഫോട്ടോ ഇനി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത അറ്റൻഡൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കാണിച്ചിരിക്കുന്ന വ്യൂ അപ്ലോഡഡ് അറ്റൻഡൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്തതായിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള അറ്റൻഡൻസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഹോം പേജിലുള്ള ക്യാപ്ചർ അറ്റൻഡൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ക്യാപ്ചർ ആഫ്റ്റർനൂൺ ഫോട്ടോ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോയും ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് നിന്ന് 10 മീറ്റർ പരിധിയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യം 10 മീറ്റർ പരിധിക്കുള്ളിൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് കോഡ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കൃത്യം 10 മീറ്റർ പരിധിക്കുള്ളിൽ നിന്ന് വർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം മസ്റ്റ് റോൾ നമ്പർ ഓർഡറിൽ സെലക്ട് ചെയ്തെടുക്കണം. ഉച്ചയ്ക്ക് ശേഷം തൊഴിലാളികളുടെ ഫോട്ടോ എടുത്താൽ മാത്രം മതി. അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള ക്യാമറയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കുമ്പോൾ ഈ ആപ്ലിക്കേഷനിൽ തൊഴിലാളികളുടെ പേര് കാണിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ മസ്റ്റ് റോൾ നമ്പറിൽ ഉള്ള തൊഴിലാളികളെ വേണം നിർത്തിയെടുക്കേണ്ടത്. തൊഴിലാളികൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി മേറ്റുമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മസ്റ്റർ റോളിൽ പേര് വന്ന ക്രമത്തിൽ തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കുന്ന സമയത്ത് തൊഴിലാളികളെ നിർത്തേണ്ടത്. കൃത്യമായ ലാൻഡ്സ്കേപ്പ് മോഡിൽ വേണം ഇത്തവണയും ഫോട്ടോ എടുക്കാനായിട്ട്. എത്ര വർക്കേഴ്സ് ഉണ്ടെന്ന് കൃത്യമായി ആപ്പ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് സേവ് എന്നൊരു ഓപ്ഷൻ വരും. ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ സേവ് ചെയ്യുമ്പോൾ ആഫ്റ്റർനൂൺ ഗ്രൂപ്പ് ഫോട്ടോ ഹാസ് ബീൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് വരും. ഇതിന് ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ഫോട്ടോ എടുക്കാവുന്നതാണ്. രാവിലത്തെ ഫോട്ടോ എടുത്ത് 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചയ്ക്കുള്ള ഫോട്ടോ എടുക്കേണ്ടത്. ആഫ്റ്റർനൂൺ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു മെസ്സേജ് വരികയാണെങ്കിൽ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോയും എടുത്ത് സേവ് ചെയ്താൽ മാത്രം പോരാ, അത് അപ്ലോഡ് ചെയ്യുകയും വേണം. നമുക്കാദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്ക് വരാം. അവിടെ അപ്ലോഡ് അറ്റൻഡൻസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് അറ്റൻഡൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ തൊട്ട് താഴെയുള്ള അപ്ലോഡ് ആഫ്റ്റർനൂൺ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് അപ്ലോഡ് ആഫ്റ്റർനൂൺ ഫോട്ടോയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ആദ്യം നിങ്ങളുടെ വർക്ക് കോഡ് സെലക്ട് ചെയ്യണം. അതിന് തൊട്ട് താഴെയായിട്ട് മസ്റ്റ് റോൾ നമ്പറുണ്ട്. ആ മസ്റ്റ് റോൾ നമ്പറിൽ നമ്മൾ സേവ് ചെയ്തിട്ട ഫോട്ടോസ് അത്രയും കാണാം. അതിൽ ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് അതിന് തൊട്ട് താഴെയുള്ള അപ്ലോഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡായി കിട്ടും. എടുത്ത ഫോട്ടോ ശരിയാണോ എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തിയതിന് ശേഷം അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ അപ്ലോഡായി കഴിയുന്ന സമയത്ത് ആഫ്റ്റർനൂൺ വർക്കേഴ്സ് ഗ്രൂപ്പ് ഫോട്ടോ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് കാണും. അതിന് താഴെയുള്ള ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത മസ്റ്റോടുകൂടി ഇതുപോലെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ ഫോട്ടോയും ഇതുപോലെ തന്നെ കൃത്യമായി അപ്ലോഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ സൈറ്റിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് ലഭിക്കുകയുള്ളൂ.
നിങ്ങൾ അപ്ലോഡ് ചെയ്ത അറ്റൻഡൻസ് എല്ലാം MISലായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് എടുത്ത് നോക്കി കൃത്യമായിട്ട് അറ്റൻഡൻസ് എല്ലാം അപ്ലോഡ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഈ റിപ്പോർട്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അറിയാത്തവർ അത് നോക്കി ചെയ്താൽ മതി. എനോമസ് ഫോട്ടോ എടുക്കുമ്പോൾ മാക്സിമം തെറ്റ് കൂടാതെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക മാറ്റുമാർ. അറ്റൻഡൻസിൽ തെറ്റ് വരുത്തുന്നത് മാറ്റുമാരുടെ വേതനത്തെ ബാധിക്കും.